ഹായ് എവരിവൺ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ഫേമസ് ആയിട്ടുള്ള സുജിത് ഭക്തൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അപ്പം പുള്ളിയുടെ ലൈഫിൽ റഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പുള്ളി കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവരെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാം. ചിത്രം എന്റെ യാത്രകളിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്റെ ഒരു യാത്രാനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി പണ്ട് റഷ്യയിൽ പോയ സമയത്ത് എന്നെ അവിടെ എയർപോർട്ടിൽ പിടിച്ചു വെക്കുകയും ഏകദേശം ഒരു 1-2 മണിക്കൂർ സമയം എന്നെ അവര് ചോദ്യം ചെയ്യുകയും അവസാനം ഈ ഒരു ചിത്രം കണ്ടിട്ടാണ് അവര് എന്നെ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇമിഗ്രേഷനിൽ നിന്നും അവര് വിടുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയൊരു പാർട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ കാര്യങ്ങൾ അവിടുന്ന് മാത്രം നമുക്ക് കട്ടേറ്റ് നോക്കാം എന്താണ് പുള്ളി പറയുന്നുള്ളത് എന്നുള്ളത്. അപ്പൊ ഞാൻ പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കിനും ഇവര് പാസ്പോർട്ട് തുറന്ന് നോക്കി, എന്റെ വിസ നോക്കി, എന്റെ മുഖത്തൊന്ന് നോക്കി. ഇമ്മീഡിയറ്റ്ലി തന്നെ ഇവരുടെ ഒരു വോക്കി ടോക്കി ഉണ്ട്. ഈ വോക്കി ടോക്കി എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു, ആരെയും വിളിക്കുന്നത്, എന്തോ എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും ശേഷം ഞാനിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ എന്താ എന്ന് ചോദിച്ചോണ്ട് അവരൊന്നും ചോദിക്കുന്നില്ല, ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല, ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പല ആൾക്കാർക്ക് ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് ഭാഷ പരിജ്ഞാനം വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിവുണ്ടാവില്ല. അപ്പൊ അവരൊന്നും ചോദിക്കില്ല. അവരെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും വിളിക്കും. നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഇങ്ങനെ എക്സ്പെക്ടേഷനേ ഇല്ല ഇതുവരെ. അങ്ങനെ ഒരു എനിക്ക് ആ സമയത്ത് ഞാൻ 10-12 രാജ്യങ്ങളിൽ പോയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ മോശം എക്സ്പീരിയൻസ് ഒന്നും എവിടെ ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബോർഡർ കൺട്രോൾ പോലീസുകാരൻ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇവര് ഈ പാസ്പോർട്ട് എടുത്തിട്ട് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം ഇയാൾ പറഞ്ഞു കം വിത്ത് മീ. അപ്പൊ ഞാൻ ചോദിച്ചു, സർ വാട്ട് ഹാപ്പൻ? നോ ക്വസ്റ്റ്യൻസ്, കം വിത്ത് മീ. റൂഡാണ്, ഭയങ്കര റൂഡായിട്ടാണ് പറയുന്നത്. നോ ക്വസ്റ്റ്യൻസ്, കം വിത്ത് മീ. ഞാൻ വല്ല തെറ്റും ചെയ്തോ? ഇനി ഞാൻ വല്ല എന്തെങ്കിലും തീവ്രവാദിയോ അങ്ങനെ വല്ല ആണോ? ഇവരെന്നെ അങ്ങനെ വല്ല ആണോ കണ്ടേക്കുന്നത്? ഞാൻ പറഞ്ഞു, സർ വാട്ട് ഹാപ്പൻ? മൈ ഫ്രണ്ട് ഹാസ് ഗോൺ ഔട്ട് സൈഡ്. നോ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് കം വിത്ത് മീ. വീണ്ടും ഒച്ചത്തില് ബാളം ഉണ്ടാക്കിയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തോ വള്ളിയാണ്. പിന്നെ ഒന്നും മിണ്ടിയില്ല, കാരണം മിണ്ടിയിട്ട് കാര്യമില്ല. ഇവൻ ആകെ തന്നെ പറയുന്നത് നോ ക്വസ്റ്റ്യൻസ്, കം വിത്ത് മീ മാത്രമേ പറയുന്നുള്ളൂ. ഇവൻ ആകെ അറിയാവുന്ന ഇംഗ്ലീഷും അതാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അവൻ അറിയത്തില്ല. അപ്പൊ ഇവൻ എന്റെ പാസ്പോർട്ട് വാങ്ങിച്ച് അവൻ എന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. എന്റെ തോളത്തിട്ട ബാഗേ ഉള്ളൂ, എന്റെ മറ്റേ പെട്ടി പുറത്തല്ലേ വരുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവന്റെ കൂടെ പോയി. ഇവൻ എന്നെ തിരിച്ച് വന്ന വഴി കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളില് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ മേളിൽ പോയപ്പോഴത്തേക്കിനും അവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോ തന്നെ അവിടെ ചെല്ലുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അയാളെന്ന് പറഞ്ഞത് സിറ്റ് ഹിയർ എന്നൊന്നുമില്ല, സിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി. ഇയാള് പാസ്പോർട്ട് കൊണ്ടുപോയി. എന്റെ പാസ്പോർട്ടും ഇല്ലൊന്നുമില്ല. അപ്പൊ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ എന്താ രസകരമായ കാഴ്ചയാണ്. അതായത് അവിടെ ഒരു 50-60 പേര് അവിടെ ഇരിപ്പുണ്ട്. 50-60 പേര് ഇരിക്കുന്നതില് ഒരു 10-15 പേര് അപ്പുറത്ത് ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കുറച്ചുപേര് താഴെ കിടന്നുറങ്ങുന്നു. ഇരിക്കാൻ സ്ഥലമില്ല, കാരണം വളരെ പരിമിതമായ സീറ്റ്സ് അവിടെ ഉണ്ട്. കുറച്ചുപേര് അവിടെ താഴെ കിടന്നുറങ്ങുന്നു. കുറച്ചുപേര് അവിടെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയില്ലേ, അത്തരത്തില് കുറച്ചുപേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചുപേര് ഫോണിൽ കുത്തിയിരിക്കുന്നു. കുറച്ചുപേര് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്നു, എന്ത് ചെയ്യണം എന്നറിയാതെ എന്നെ പോലിരിക്കുന്ന കുറച്ച് ആൾക്കാർ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു 10 മിനിറ്റ് ഇരുന്നു. ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഇപ്പുറത്തിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, എനിക്കറിയില്ല, എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഇരുന്നു. ഞാൻ വേറൊരാളോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ദിസ് ഈസ് ആക്ച്വലി സം പ്രോട്ടോകോൾസ്. അയാൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞത് അവരുടെ കുറച്ച് പ്രോട്ടോകോൾസ് ആണ്. അവർ നമ്മളെ സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവർക്ക് സംശയമുള്ള ആളുകളെ അവർ രണ്ടാമത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവരിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഞാൻ പറയാണോ? അപ്പൊ എന്നോട് സംശയം തോന്നാനായിട്ട് എന്നോട് താഴെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പോലീസുകാരൻ 2-3 പേരുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ടുവന്ന പോലെ പല ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്ലൈറ്റിൽ വന്ന കുറെ ആൾക്കാരെ ഇതേപോലെ എന്റെ പുറകെ ഇങ്ങനെ 1 by 1 ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഇവരൊക്കെ പറഞ്ഞ് ഉത്തരം കഴിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഇവര് പറഞ്ഞു, ഞങ്ങൾ 3 മണിക്കൂറായി വന്നിട്ട്, ഞങ്ങൾ രാത്രി 10 മണിക്ക് വന്നാണ്, ഞങ്ങൾ രാത്രി 8 മണിക്ക് വന്നാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ 1 മണിക്ക് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ദൈവമേ, പണി പാളി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം? അതിനിടയ്ക്ക് എന്നെ കൊണ്ടുവന്ന് ഈ പോലീസുകാരൻ വന്നു. അപ്പൊ ഞാൻ എണീറ്റ് ചോദിച്ചു, സാർ വാട്ട് ഹാപ്പൻ, വെൻ ക്യാൻ ഐ ഗോ പറഞ്ഞു. ജസ്റ്റ് ഷട്ട് അപ്പ്. ആള് ദേഷ്യപ്പെടാൻ പറഞ്ഞു, ജസ്റ്റ് ഷട്ട് അപ്പ്. ആള് ദേഷ്യപ്പെടുന്നത് അല്ല, ജസ്റ്റ് ഒന്നല്ല, ജസ്റ്റ് ഷട്ട് അപ്പ്, ഇങ്ങനെ ഇരിക്കുക എന്നുള്ള രീതിയിൽ ദേഷ്യത്തിൽ ഇവര് പറയുന്നത്. എനിക്കാണ് ടെൻഷനായി. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെ ഇങ്ങനെ ശരിക്കും എനിക്ക് ഫോൺ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോണിൽ റേഞ്ചില്ല. അന്ന് ഈ ഐറാലോയോ ഇന്റർനാഷണൽ റോമിംഗ് ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. വൈഫൈ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വൈഫൈയും ഇല്ല.
എനിക്കാണെങ്കിൽ സഹീർ ഭായിനെ വിളിക്കണം, കാരണം എന്റെ പെട്ടി പുറത്ത് വരും. എനിക്ക് സഹീർ ഭായിനെ വിളിക്കണം, എനിക്ക് സഹീർ ഭായി എന്റെ കാത്ത് അവിടെ നിൽക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. ഞാൻ അവസാനം എന്റെ ജിയോയുടെ സിമ്മന്തമായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ ഇന്റർനെറ്റ് ഓൺ ആക്കി. ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക് റോമിംഗ് പ്ലാൻ ഇല്ലാതെ ഇന്റർനെറ്റ് ഓൺ ആക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഈ റോമിംഗ് പ്ലാനുകളെ പറ്റി ഒന്നും അവെയർ ആയിരുന്നില്ല. എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇന്റർനെറ്റ് പ്ലാൻ ഓൺ ആക്കിയിട്ട് ഞാൻ സഹീർ ഭായിക്ക് വിളിച്ചു, ഫോൺ കിട്ടുന്നില്ല, പുള്ളിക്ക് ഇന്റർനെറ്റ് ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിളിച്ചു, ഫോൺ കിട്ടുന്നില്ല, ഇന്റർനെറ്റ് ഇല്ല പുള്ളിക്ക്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി എന്തോ വൈഫൈ എന്തോ കണക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന പോലെ പ്രശ്നമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്, ഇവിടെ കോവിഡ് എന്തോ കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു, എന്തോ ക്വാറന്റൈൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്റെ പെട്ടിയും കളക്ട് ചെയ്ത് പുള്ളി അവിടെ നിൽപ്പുണ്ട്, അവിടെ പെട്ടി കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിൽപ്പുണ്ട്, എന്താന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ സംഭവം എന്ന് അറിയാതെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇയാൾ വരുന്നുണ്ട്, എനിക്ക് പോയി ചോദിക്കണമെന്നുണ്ട് എന്നെ എപ്പോഴാണ് വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇയാൾ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഇയാളുടെ കയ്യിൽ ഒരു 10-20 പാസ്പോർട്ട് ഉണ്ട്. ഇയാൾ ഈ പാസ്പോർട്ടുമായിട്ട് വന്നിട്ട് ഓരോരോ പേരുകൾ വിളിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ. എന്നിട്ട് ഇവരെ വിളിച്ചോണ്ട് അങ്ങോട്ട് അവിടെ ഒരു നമ്മൾ ഈ എന്താ പറയാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുമ്പോൾ 10-15 കൗണ്ടറുകൾ ഉണ്ടാകത്തില്ല, അതേപോലെ ഒരു 5-6 കൗണ്ടറുകളുണ്ട്. ഈ വിളിച്ചോണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഈ കൗണ്ടറുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ആകെ ഡിസപ്പോയിന്റഡ് ആയി, കാരണം ഇവരൊക്കെ 2-3 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ എത്ര സമയം ഇരിക്കേണ്ടി വരുമോ? എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്, കാരണം ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കുന്നു, എനിക്ക് ടെൻഷൻ ആവുന്നു, എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. വേറൊരു കാര്യം സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് ടൈം റഷ്യ പോയ സമയത്ത് ഞാൻ എടുത്തിരുന്നത് ഒരു ബിസിനസ് വിസയാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ബിസിനസ് വിസ എടുത്തതെന്നാണ്. കാരണം ടൂറിസ്റ്റ് വിസ കിട്ടാനായിട്ട് ആ സമയത്ത് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിസിനസ് വിസ, വിലേബയ വിസ എന്ന് പറയും റഷ്യയിൽ. അപ്പോൾ ഈ ബിസിനസ് വിസൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് പുള്ളി ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ പുള്ളി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. ഈ ബിസിനസ് വിസ എടുത്തിട്ട് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു അവെയർനെസ് എടുക്കുക. അപ്പം ആ അവെയർനെസ് ആണ് പുള്ളി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പുള്ളിയുടെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഉള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഒരു സുഹൃത്ത് ബിസിനസ് വിസ എടുത്തു തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റഷ്യക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് പണിയായത് എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. 1 മണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തു. ആ 1 മണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പോലീസുകാരൻ വന്നിട്ട് എന്റെ പാസ്പോർട്ടാണെന്ന് തോന്നി, ഇയാൾ കഷ്ടപ്പെട്ട് എന്റെ പേര് അവിടെ നിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് മീ എന്ന് പറഞ്ഞു. കം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും റൂഡായിട്ട് കം എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ എന്നെ വിളിച്ചുകൊണ്ട് ഒരു തടവറ പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട്, വേറൊരു പോലീസുകാരൻ ഇതേപോലെ തന്നെ ഇമിഗ്രേഷൻ ഓഫീസറാണ്. ഇയാളുടെ അടുത്ത് കൊണ്ട് എന്റെ പാസ്പോർട്ട് ഇയാൾ കൊണ്ട് കൊടുത്തു. അപ്പൊ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഇയാൾ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ആഫ്രിക്കക്കാരി ഒരു ലേഡിയോട് വേറൊരു പോലീസുകാരന് ഇതേപോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരവിടെ ഇരുന്ന് കരയുന്നുണ്ട്, അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. അപ്പുറത്തിരുന്ന് വേറൊരു പോലീസുകാരൻ വേറൊരുത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ഇരുന്ന് കുറെ പേര് ഭയങ്കര ടെൻഷനാണ്, കുറെ പേര് ഭയങ്കര കൂളായിട്ട് പറയുന്നു. അപ്പം എനിക്ക് സംഭവം മനസ്സിലായി, ഇത് സംതിങ് റോങ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇവൻ എന്നോട് ചോദിച്ചു, റഷ്യ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ഒരു രാജ്യമല്ല. എമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈസ് വെരി സ്ട്രിക്റ്റ് ഹിയർ ഇൻ റഷ്യ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വളരെ കെയർ ആയിട്ട് അവെയർ ആയിട്ട് വരിക റഷ്യയിൽ വരുന്നതിന് മുമ്പിലായിട്ട്. അപ്പം ബാക്കിയുള്ള വീഡിയോ കൂടി നമുക്ക് പ്ലേ ചെയ്ത് കാണാം എന്താണ് പുള്ളി കൂടുതൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ബിസിനസ് വിസൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് പുള്ളി. അത്യാവശ്യം നമ്മൾക്ക് ഇതിൽ വലിയൊരു നിങ്ങൾക്ക് പല ആൾക്കാർക്കും നമ്മളുടെ വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ പറയുന്ന വീഡിയോയിലൊന്നും. അപ്പം പുള്ളി അത്യാവശ്യം യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പുള്ളി അത്യാവശ്യം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഇങ്ങനെയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ. അപ്പം പുള്ളിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പുള്ളി ഇതിലൂടെ പറയുന്നത്. അപ്പം ബാക്കിയുള്ള വീഡിയോ കൂടി നമുക്ക് പ്ലേ ചെയ്ത് കാണാം. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. വൈ ആർ യു ഹിയർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റ് ആണ്, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. നീ ബിസിനസ് വിസയിലാണല്ലോ വന്നിരിക്കുന്നത്, അതിന് നീ ടൂറിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബിസിനസ്സും ഉണ്ട് ടൂറിസ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പരിഗണന കണ്ടപ്പോഴത്തേക്കും ഇവൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. പറഞ്ഞു എന്താണ് നിനക്ക് ബിസിനസ്? ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വിസ എടുത്തു തന്ന എന്റെ ഫ്രണ്ട് ഓൾറെഡി കുറച്ച് ബിസിനസ് ഐഡിയാസും മറ്റൊക്കെ പറഞ്ഞിരുന്നു, പുള്ളിക്ക് അവിടെ കമ്പനി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ലെറ്റർ ഒക്കെ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലെറ്റർ ഒന്നും എന്റെ ഇല്ല, എന്റെ എന്താ പറയാ മെയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെയിൽ കാണിക്കാൻ പറഞ്ഞു. ഞാൻ മെയിൽ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ഏത് ഫ്രണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ
ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇയാൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാണ് വന്നത്, നീ എവിടെ പോകുന്നു, നീ എവിടെയൊക്കെ പ്ലാൻ ഉണ്ട്, എത്ര ദിവസം പ്ലാൻ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നീട് കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങി. കാരണം എനിക്ക് മനസ്സിലായി ഇത് വള്ളിയാവും എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, ഇയാളുടെ നമ്പർ ഉണ്ട്. അപ്പം ഈ ബിസിനസ് വിസ എടുത്ത് തരുമ്പോഴത്തേക്കിനും ഇവർ ഈ റഷ്യയിലുള്ള ഒരു ബിസിനസ് കമ്പനിയുടെ ഡീറ്റെയിൽസും അവരാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇവർക്ക് ഈ രാവിലെ വെളുപ്പിനെ 3 മണി സമയമായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വിളിച്ച് വെരിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതാണ് ഇവർ ഇങ്ങനെ എന്നെ ചുറ്റി വട്ടം ചുറ്റി കറക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇയാൾ എന്നോട് പെട്ടെന്ന് ഗിവ് മീ യുവർ ഫോൺ എന്ന് പറഞ്ഞു. വൈ എന്ന് ചോദിച്ചു. പറഞ്ഞു ഐ നീഡ് യുവർ ഫോൺ എന്ന് പറഞ്ഞു. ഐ ഷുവർ, കാരണം ഈ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് നമ്മുടെ ഫോൺ പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇവർക്ക് നമുക്ക് നമ്മുടെ പ്രൈവസിയാണ് മറ്റാണ് കോപ്പാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ പോലീസുകാരില്ലേ ഇവര്, ബോർഡർ സെക്യൂരിറ്റി അല്ലേ, ഇവർക്ക് നമ്മുടെ ഫോൺ പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല, ഞാൻ ഫോൺ കൊടുത്തു. ഇയാൾ എന്റെ വാട്സപ്പ് ആണ് ആദ്യം എടുത്തത്. ഇയാൾ എന്റെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ അവസാനമായിട്ട് മെസ്സേജ് അയച്ച കുറെ ആൾക്കാരെയൊക്കെ നോക്കി. അപ്പോ എന്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചതും പുള്ളി അവിടെ പുറത്ത് നിൽക്കുന്ന നോക്കി ഇയാൾ കണ്ടു. അതുപോലെ ഹൂ ഈസ് ഹി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദാറ്റ്സ് മൈ ഫ്രണ്ട്, വി ട്രാവൽ ടുഗദർ, ഹി ഈസ് ഓൾറെഡി ദെയർ ഔട്ട്സൈഡ്, സോ ഹി ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഇവന്റെ എന്റെ ഫഹീർ ഭായിയുടെ പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്നു, വിസയുടെ കോപ്പി, അതൊക്കെ ഇയാൾ ഫോട്ടോ എടുത്തു. പിന്നെ താഴ്ത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് വിസ എടുത്തതെന്ന് എന്റെ ഫ്രണ്ടിന്റെ ബിസിനസ് വിസ എടുത്തതെന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡീറ്റെയിൽസ് കണ്ടു. അയാളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും വിസയുടെ കോപ്പിയും ഞാൻ അയച്ചു കൊടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ഇയാൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. പിന്നെ എന്റെ പാസ്പോർട്ട് തുറന്ന് എന്റെ പഴയ ഫോട്ടോ, പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുക്കുന്നു, മറ്റെടുക്കുന്നു, എന്തൊക്കെയോ എടുക്കുന്നു, കുറെ സംഭവങ്ങൾ എടുക്കുന്നു. ഇയാൾ എന്തൊക്കെയോ കുറെ സംഭവങ്ങളൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കുറെ ചാറ്റൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്റെ ഗാലറി ഓപ്പൺ ചെയ്തു. ഇയാളുടെ ഫോണിന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും. അപ്പൊ ഇയാൾ നോക്കുമ്പോൾ എന്താ കുറെ വീഡിയോസ് കാണാം, ഫ്ലൈറ്റിലുള്ള വീഡിയോസ്, അതേ ഇതെന്നൊക്കെ പറഞ്ഞു. വൈ ദിസ് വീഡിയോസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണ്, വീഡിയോ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കിനും മുകളിലേക്ക് പോയപ്പോഴത്തേക്കിനും ഞങ്ങൾ ധനുഷ്കോടി പോയ സമയത്ത് ഞങ്ങള് ഈ സഹീർബായുടെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തായിരുന്നു. അവിടെ നിന്നൊക്കെ ഈ ഫോട്ടോസ് ഒക്കെ ഇയാൾ കണ്ടു. ഇയാൾ ഈ ഫോട്ടോ ഓപ്പൺ ആക്കിയിട്ട് എന്ന് ചോദിച്ചു, ഈസ് ദിസ് യുവർ കാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് മൈ കാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ സമയത്ത് നാവിൽ അതാ വന്നേ. ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് മൈ കാർ എന്ന് പറഞ്ഞു. ഓക്കെ, സോ യു ആർ റിച്ച് ആണോ? ഞാനിങ്ങനെ തന്നെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ആണോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇയാൾ കൺവിൻസ്ഡ് ആവുകയാണ്. ഇയാൾ എന്നെ സോ യു ആർ റിച്ച് എന്ന് പറയുന്ന സമയത്ത് ഈ ഇമിഗ്രേഷൻ ഓഫീസർ അവിടെ കൺവിൻസ്ഡ് ആവണം. കാരണം വെച്ചാൽ റഷ്യ എന്ന രാജ്യത്ത് ഒരാൾ വന്നിട്ട് ഇവിടെ പെട്ടുപോകരുത്. ഇവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ ലൈബിലിറ്റി റഷ്യക്കാണ് വരിക. കാരണം അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുക, അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും റഷ്യക്കാണ്. അപ്പോൾ അവരിൽ നിന്ന് വലിയ ഫൈന് വാങ്ങിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ടൈം, ലോ ഒക്കെ അനുസരിച്ച് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അവരെ ഒരു വലിയൊരു ലൈബിലിറ്റി വരുന്ന ഒരു, കാരണം റഷ്യയിൽ വന്നിട്ട് ഒരാൾ കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സുജിത് ഭക്തന്റെ അടുത്ത് റഷ്യൻ ഇമിഗ്രേഷൻ ഓഫീസർ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചത്. അതുപോലെ തന്നെ ബിസിനസ് വിസ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവർ വരും. ഈ ബിസിനസ് വിസ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ് മീറ്റിംഗ്, ബിസിനസ് കോൺഫറൻസ് എല്ലാം ആയിട്ട് ഇവിടെ ഒരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് ഇവിടെ റഷ്യയിലുള്ള ആരെങ്കിലായിട്ട് മീറ്റിങ്ങിന് വേണ്ടി വരുന്നതാണ്. അതിൽ ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. അത് ഒരുപാട് തവണ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കി കുറച്ച് ചെറിയ വീഡിയോ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. ചോദ്യം ചെയ്യാം. Sir, can I get the phone? എന്തിനാന്ന് ചോദിച്ചു. I will show you something. Or else you have internet with you. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് എൻ്റെ പേര് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ഞാനൊരു ജെനുവിൻ ട്രാവലറാണ്. ഞാൻ ഇതിന്റെ പർപ്പസിന് വന്നാണ്. ട്രാവലാണ് ഉദ്ദേശം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ അപ്പോഴത്തേക്കും കൺവിൻസ്ഡ് ആയി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന മറ്റേ പോലീസുകാരനെ വിളിച്ചു. ആ പോലീസുകാരൻ്റെ എന്റെ പാസ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മറ്റേ പോലീസുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് താഴെ ഞാൻ ആദ്യം പോയി നിന്ന സെയിം ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഇയാളെ കൊണ്ട് പാസ്പോർട്ട് കൊടുത്തു. അവര് വേറെ ഒന്നും ചോദിച്ചില്ല. അവര് പാസ്പോർട്ട് തുറന്നു, സ്റ്റാമ്പ് അടിച്ചു, പൊക്കോളാം. ഇത്രയും സംഭവങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ സുജിത് ഭക്തൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പുള്ളി ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞത് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് സുജിത് ഭക്തൻ എടുത്തിട്ടുള്ള വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വിസയാണ്. സുജിത് ഭക്തൻ പോകേണ്ട വിസ ടൂറിസ്റ്റ് വിസയാണ്. പക്ഷേ സുജിത് ഭക്തൻ എടുത്തത് അവിടെ ബിസിനസ് വിസയാണ്. ബിസിനസ് വിസയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർക്ക് ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് സുജിത് ഭക്തന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, സുജിത് ഭക്തന് അങ്ങനെ പരിചയത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ഫോട്ടോസ് അവിടെ മൈഗ്രേഷൻ ഓഫീസർ കണ്ടപ്പം അവർക്ക് കൺവിൻസ് ആയി. പിന്നെ സുജിത് ഭക്തൻ ഒരു കാറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അപ്പോൾ സുജിത് ഭക്തൻ ഓട്ടോമാറ്റിക് പറഞ്ഞു ഇത് എൻ്റെ കാറാണ് എന്ന് പറഞ്ഞപ്പം അവർക്ക് ഈ കാര്യങ്ങൾ ഇയാൾ കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ആ എമിഗ്രേഷൻ ഓഫീസർ കൺവിൻസ് ആവാനുള്ള കാരണം. മൂന്നാമത് സുജിത് ഭക്തന്റെ വീഡിയോസ് എടുത്ത് ഇയാൾ ചെക്ക് ചെയ്ത സമയത്ത് അത്യാവശ്യം വ്യൂസ് ഉണ്ട്, അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണെന്നൊക്കെ അവർക്ക് കൺവിൻസ് ആയത് കൊണ്ട് മാത്രമാണ് സുജിത് ഭക്തനെ പോലും റഷ്യയിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട്, അത് റഷ്യയുടെ അകത്തേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഇവർ എമിഗ്രേഷൻ ഓഫീസർ തയ്യാറായത്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ് ഈ ബിസിനസ് വിസ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് വിസയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കൺവിൻസ് ചെയ്യുക, നിങ്ങളുടെ വിസ ഏത് കാറ്റഗറിയിൽപ്പെട്ട വിസയാണ്. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ എൻ്റെ അനുഭവത്തിലും ചില എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു പലർക്കും പല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ള ആളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, ഡീപ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ വരുന്ന വിസ ഏതാണെന്നുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ബിസിനസ് വിസ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വിസക്ക് അതിൻ്റേതായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ആ വിസ എടുത്ത് തന്നെ ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത്രയും വലിയ യൂട്യൂബേഴ്സിനെ പോലും ഇങ്ങനെ പിടിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരാൾ, അതായത് ഇത്രയും ഒരുപാട് യൂട്യൂബിലൂടെ ക്യാഷ് ഒക്കെ ഏൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കോ ഇത്രയും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ് അതിന് പുറമായിട്ട്. അപ്പോൾ ഈ ആളെ പിടിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ റഷ്യൻ എമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ.